അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്തിലുള്ളൊരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. നമുക്കറിയാം, ഒരുപാട് പേർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന്. ഒരുപാട് ചികിത്സകൾ ചെയ്തും മനസ്സ് വിഷമിച്ചും ടെൻഷനായും ഇരിക്കുന്നവർ ഉണ്ടാവാം. എന്നാൽ ധാരാളം ആളുകൾക്ക് സന്താന സൗഭാഗ്യം കിട്ടിയ ഒരു ബൈത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നെച്ചിക്കാട്ടിൽ ബൈത്ത്. മഹാനായ നെച്ചിക്കാട്ട് ഔലിയായുടെ പേരിലുള്ള ബൈത്താണിത്. മലപ്പുറം ജില്ലയിലെ കൂട്ടായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നെച്ചിക്കാട്ടിൽ ഉപ്പാപ്പ ഒട്ടനവധി കറാമത്തിന്റെ ഉടമയാണ്. ജാതിമത പേരിലുള്ള ഈ ബൈത്ത് മക്കളില്ലാതെ അത്ഭുതം തന്നെ. ആയിരക്കണക്കിന് സഹോദരിമാർക്ക് അവരുടെ മദത് കൊണ്ടും കറാമത്ത് കൊണ്ടും മക്കളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മംഗലത്തുള്ള ഒരു വ്യക്തി മഹാനായ കുണ്ടൂർ ഉസ്താദിനെ പോയി കാണുകയും മക്കളില്ലാതെ വിഷമിക്കുന്ന തൻ്റെ ബന്ധുവിൻ്റെ കാര്യം ഉസ്താദിനോട് പറഞ്ഞപ്പോൾ കൂട്ടായിലുള്ള നെച്ചിക്കാട്ടിൽ മക്ബറയിൽ പോവുകയും മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഈ ബൈത്ത് അത്ഭുത കാവ്യമാണ് അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇതിനോടകം ഫലം ലഭിച്ചിട്ടുമുണ്ട്. ഈ ഉള്ളവളും ഫലം ലഭിച്ചവരിൽ ഒരാളാണ്. 8 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്കും മക്കളുണ്ടായത്. മക്കൾക്ക് അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ. ഈ ബൈത്തിനെ കുറിച്ച് അറിഞ്ഞതു മുതൽ ഞാനും ചൊല്ലാറുണ്ടായിരുന്നു. ഇടയ്ക്ക് മക്ബറയിൽ പോയി ദുആ ചെയ്യാറുമുണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്ക് പോവാറുണ്ട് കേട്ടോ. നല്ല നിയ്യത്തോടെയും വിശ്വാസത്തോടെയും ദിവസം ചൊല്ലുക. ഒരു ഫാത്തിഹയോ യാസീനോ ഓതി മഹാന്റെ പേരിൽ ദുആ ചെയ്തതിന് ശേഷം ചെയ്യുന്നത് ഉത്തമമാണ്. മടി കൂടാതെ ആത്മാർത്ഥമായി മനസ്സ് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ബൈത്ത് ചൊല്ലുക. തീർച്ചയായും ഫലം കിട്ടും ഇൻഷാ അല്ലാ. എത്ര ദിവസം ചെല്ലണം എന്നും അല്ലെങ്കിൽ എത്ര എണ്ണം ചെല്ലണമെന്നൊന്നുമില്ല. നമ്മൾ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും കൂടി ചൊല്ലുക. നമ്മുടെ നിയ്യത്ത് പോലെ ഫലം കിട്ടും. ചിലപ്പം പെട്ടെന്നാവാം, ചിലപ്പം കുറച്ച് സമയമെടുത്താവാം. എന്നാലും ചൊല്ലുന്നത് മുടക്കരുത്. ചൊല്ലുക. ബിസ്മില്ലാ വൽഹംദു ലില്ലാഹി സ്വല്ലല്ലാഹു അലൻ നബിയും വാ തസ്ലീമൻ യാ അല്ലാഹ്. നെച്ചിക്കാട്ടൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലിവൂകൾ ഏറെ നിറഞ്ഞോവർ ഔലിയാക്കന്മാരും പ്രധാനപ്പെട്ടോരും അവരെ സാന്നിധ്യത്തിൽ വന്നു പോകുന്നോവർ പള്ളി ഭവനത്തിൽ താങ്ങും താണലായി എല്ലാരും എത്തിയിടും ശോഭ നിറഞ്ഞോവർ. ബിസ്മില്ലാ വൽഹംദു ലില്ലാഹി സ്വല്ലല്ലാഹു അലൻ നബിയും വാ തസ്ലീമൻ യാ അല്ലാഹ്. ഞങ്ങളിൽ പലരും പലതെണ്ണമുള്ളോരാം ഇവരെ കാറാമത്താൽ ശിഫ നൽകുക അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമില്ല, അമലും ഇഖ്ലാസില്ല, തഖ്വയിൽ ഞങ്ങളെ ഇവർ ഹക്കാൽ ആക്കല്ലാഹ്. ബിസ്മില്ലാ വൽഹംദു ലില്ലാഹി സ്വല്ലല്ലാഹു അലൻ നബിയും വാ തസ്ലീമൻ യാ അല്ലാഹ്. സന്താനമില്ലാതെ സന്താപമുള്ളോരും സന്താനമുള്ളോർക്കും സന്തോഷം നൽകല്ലാഹ്. കടം വന്നേ മോളേറി ബേജാറിലുള്ളോരും
കടങ്ങൾ കൂടാതെ നീ വീട്ടിത്തായ അല്ലാ. ബിസ്മില്ലാ വൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൻ നബിയും വാ തസ്ലീമൻ യാ അല്ലാ. ഈമാനും ഇഖ്ലാസും തൗബയും തഖ്വായും ഏറി മഅരിഫത്തിൽ ആക്കണം യാ അല്ലാ. ആറ്റൽ നബിൻ്റെ മേൽ ഏറ്റം സ്വലാത്തീനെ ഊറ്റം കുടുംബം സ്വഹാബത്തിൽ ആക്കല്ലാ. നെച്ചിക്കാട്ടൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലിവൂകൾ ഏറെ നിറഞ്ഞോവർ ഔലിയാക്കന്മാരും പ്രധാനപ്പെട്ടോരും അവരെ സാന്നിധ്യത്തിൽ വന്നു പോകുന്നോവർ പള്ളി ഭവനത്തിൽ താങ്ങും തണലായി എല്ലാരും എത്തിയിടും ശോഭ നിറഞ്ഞോവർ. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവരും ഇത് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള പ്രതിഫലം തരും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ബന്ധുക്കളിലോ പരിചയത്തിലോ ആരെങ്കിലും കുട്ടികളില്ലാത്തവർ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അവരെ കൂടി അറിയിക്കുക. നമ്മൾ പുതിയതായി തുടങ്ങിയ ഒരു ചാനലാണ് അൽനൂർ ദിക്ർ ദുആ എന്ന് പറയുന്ന ഈ ചാനൽ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങൾ മാറി ഹലാലായ എല്ലാ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.